ഏറ്റവും ഒടുവിലെ PM ശ്രീ വിവാദം തന്നെ നിങ്ങളത് എടുത്തു നോക്കുക. അവരുടെ പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനം, അവരുടെ യുവജന സംഘടനകൾ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം, വർഗീയതയുമായി സന്ധി ചെയ്യില്ല, ഫാസിസവുമായി സന്ധി ചെയ്യില്ല. അതുപോലെ ഇത്തരം പ്രവർത്തനങ്ങളെ അക്കാഡമിക് രംഗത്ത് വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള സംഘപരിവാറിന്റെ കടന്നുകയറ്റം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നൊക്കെ പ്രമേയങ്ങൾ പാസാക്കി പോയ പാർട്ടി ഒളിച്ചു പോയിട്ട് ഒപ്പിട്ടിരിക്കുകയാണ് സെക്രട്ടറി. തലയിൽ മുണ്ടിട്ട് പോയിട്ട് ഒപ്പിട്ടു എന്ന് പറയേണ്ടി വരും. പാർട്ടി ആലോചിച്ചോ? ഇല്ല. മുന്നണി ആലോചിച്ചോ? ഇല്ല. ക്യാബിനറ്റ് തീരുമാനിച്ചോ? ഇല്ല. പാർട്ടി വേണ്ട, മുന്നണി വേണ്ട, ക്യാബിനറ്റ് വേണ്ട. പിന്നെ ആര് തീരുമാനം എടുത്തു? ക്യാബിനറ്റിൽ ചർച്ച വന്നു, നമ്മളെല്ലാം കേട്ടതാണ്. CPI മന്ത്രിമാർ എതിർത്തു, ഡെഫർ ചെയ്തു. ആ ഡെഫർ ചെയ്ത കാര്യമാണ് പിന്നീട് ക്യാബിനറ്റിൽ വരാതെ ഡൽഹിയിൽ പോയി ഒപ്പിട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം പാവപ്പെട്ട CPI മന്ത്രിമാരുടെ കാര്യമാണ്. അവരിത് ഒപ്പിട്ടത് അറിയാതെ ക്യാബിനറ്റിൽ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൂട്ടുത്തരവാദിത്തത്തിലൊരു സർക്കാരാണെങ്കിൽ അല്പം മന്ത്രിസഭയോട് അല്പം ബഹുമാനമുണ്ടെങ്കിൽ അപ്പോഴെങ്കിലും പറയണ്ടേ അത് ഒപ്പിട്ടു പോയി, നിങ്ങൾ അംഗീകരിക്കണമെന്ന്. അപ്പൊ കേരളത്തിലെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നത് കടലാസിന്റെ വില പോലും ഇല്ലാത്ത കാര്യമാണെന്ന് അവിടെ തെളിഞ്ഞില്ലേ? കോമൺ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തൊരു മന്ത്രിസഭ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക? നിങ്ങൾ എതിർത്തൊരു പദ്ധതി നിങ്ങളുടെ സ്വന്തം ഘടകകക്ഷിയായിട്ടുള്ള CPI മന്ത്രിസഭയിലെ കക്ഷികളും എതിർക്കുമ്പോഴും ഓടിച്ചെന്ന് ഒപ്പിട്ട് കൊടുക്കാൻ മാത്രമുള്ള പ്രഷർ എവിടെ നിന്ന് നിങ്ങൾക്ക് വന്നു? 10 കാശിന് വേണ്ടി വർഗീയതയോട് സന്ധി ചെയ്തത് മാത്രമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല.